കുട്ടനാടിന്റെ പുരോഗതിക്കായി കേന്ദ്രം പ്രഖ്യാപിച്ച പദ്ധതിയുടെ DPR തയ്യാറാക്കി സമർപ്പിക്കാൻ കേരളത്തിന് കഴിയാത്തതാണ് നെൽ കർഷകരുടെ പ്രതിസന്ധികൾക്ക് കാരണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ചെന്നിത്തലയിൽ മടവീഴ്ച ഉണ്ടായ 2ാം ബ്ലോക്ക് പാടശേഖരത്തിന് സമീപമുള്ള മറ്റത്തുപടി കമ്മ്യൂണിറ്റി ഹാളിന് മുന്നിൽ നെൽ കർഷകരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2020 അപ്പർ കുട്ടനാടിന്റെ കാർഷിക പുരോഗതിക്കായി 465 കോടി രൂപയുടെ പൈലറ്റ് പ്രൊജക്ടായി ചെന്നിത്തല പഞ്ചായത്തിലെ പാടശേഖരങ്ങൾ കേന്ദ്രീകരിച്ച് 100 കോടി രൂപയുടെ പദ്ധതി വാഗ്ദാനം ചെയ്തിരുന്നതാണ്. അതിന്റെ DPR സമർപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടും അത് നടപ്പിലാക്കുവാൻ 4 വർഷമായിട്ടും സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ഈ DPRന്റെ ക്രിയേഷന് വേണ്ടി ഒരു ഏജൻസിയെ നിശ്ചയിച്ച് കണ്ടുപിടിച്ച് സ്ഥാപിക്കേണ്ടത് ആര്? ഞാനാണെന്ന് പറ. സാങ്കേതികമായിട്ട് ഞാനാണെന്ന് പറ. ചെയ്തിരിക്കും. ഞാനാണോ? അങ്ങനെ പറയാൻ പറ്റില്ല. സാറ് റിക്വസ്റ്റ് ചെയ്യണം. അത്ര കേരള സർക്കാരാണ്. അപ്പർ കുട്ടനാട് സ്വതന്ത്ര നെൽകർഷക കൂട്ടായ്മ പ്രസിഡന്റും ചെന്നിത്തല ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ഗോപൻ ചെന്നിത്തല, ജനപ്രതിനിധികളായ ബിന്ദു പ്രദീപ്, ദീപ രാജൻ, പ്രവീൺ കാരാഴ്മ, കീർത്തി വിപിൻ, മാവേലിക്കര കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ലേഖ മോഹൻ, ചെന്നിത്തല കൃഷി ഓഫീസർ മഹേശ്വരി, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ബിജു ശർമ്മ, പാടശേഖര സമിതി പ്രതിനിധികൾ, അപ്പർ കുട്ടനാട് സ്വതന്ത്ര നെൽകർഷക കൂട്ടായ്മ ഭാരവാഹികൾ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. കുട്ടനാട് താലൂക്ക് NSS യൂണിയന്റെ വിദ്യാഭ്യാസ സമ്മേളനം കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. നിറവ് 2024 എന്ന പേരിൽ ചമ്പക്കുളം പടിപ്പുരയ്ക്കൽ ശ്രീ ദുർഗ NSS ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി. അതായിരുന്നു വേദാധികാര നിരൂപണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്തുകൊണ്ടാണ് ശൂദ്രൻ എന്ന് പറയുന്നതിന്റെ പ്രധാനമുള്ളതെന്നും ആ ശൂദ്രർ ആരായിരുന്നുവെന്നും അവർ അധികാരത്തിന്റെ ഭാഗമായിരുന്നതും ബാക്കിയുള്ളതെല്ലാം കെട്ടുകഥകളാണെന്നും അതുകൊണ്ട് ഈ കേരളോത്പത്തിയെ അംഗീകരിക്കാൻ പാടില്ലായിരുന്നു ചട്ടമ്പിസ്വാമി നിലപാടെടുത്തു. ആ നിലപാടിലേക്ക് എത്തുന്നത് ഒരു ജനങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെ കണ്ടുകൊണ്ടാണ്. ഇവിടെ നമ്മൾ ആചാര്യ വന്ദനവും ചട്ടമ്പിസ്വാമികളുടെ വന്ദനവും നക്ഷത്രത്തിൽ അവിടെ ഒന്നുകൂടെ തിരിഞ്ഞു നോക്കുമ്പോഴാണ് എല്ലാം അവിടെ ഉണ്ടെന്ന് ഞാൻ കാണുകയും ചെയ്തതല്ല. ഈ വിദ്യാഭ്യാസത്തിന്റെ പരമമായ പ്രാധാന്യത്തെയായിരുന്നു അവരെല്ലാം ഉയർത്തിപ്പിടിച്ചത്. ആ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മുടെ ഇടയിൽ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വളരെ ഗൗരവതരമായി കാണാൻ അന്നത്തെ പത്മനാഭൻ എന്ന് പറയുന്ന ഒരു മഹാനായ മനുഷ്യൻ കഴിയുകയും ചെയ്തു. വിദ്യാഭ്യാസ സമ്മേളനത്തിൽ NSS യൂണിയൻ പ്രസിഡന്റും ഡയറക്ടർ ബോർഡ് അംഗവുമായ ഡോക്ടർ KP നാരായണപിള്ള അധ്യക്ഷനായി. NSS കരയോഗം രജിസ്ട്രാർ VV ശശിധരൻ നായർ ഉന്നത വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകളും എൻഡോവ്മെന്റുകളും വിതരണം ചെയ്തു. യൂണിയൻ സെക്രട്ടറി MG അശോക് കുമാർ, യൂണിയൻ കമ്മിറ്റി അംഗം D. ഗോപാലകൃഷ്ണൻ നായർ, ബാബുക്കുട്ടൻ C. നായർ, വനിതാ യൂണിയൻ പ്രസിഡന്റ് ശ്രീദേവി രാജു, യൂണിയൻ ഇൻസ്പെക്ടർ K. രാമചന്ദ്രൻ നായർ എന്നിവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു. നിത്യോപയോഗ സാധനങ്ങൾ വില കുറച്ച് ലഭ്യമാക്കുന്ന കൺസ്യൂമർ ഫെഡിന്റെ ക്രിസ്തുമസ് പുതുവത്സര വിപണന മേളയ്ക്ക് തുടക്കമായി. പൊതുവിപണിയിലെ വില നിലവാരം നിയന്ത്രിച്ച് ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന വിപണിയുടെ ആലപ്പുഴ ജില്ലാതല ഉദ്ഘാടനം H. സലാം MLA നിർവഹിച്ചു. ആലപ്പുഴ ത്രിവേണി മെഗാമാർട്ടിൽ ആരംഭിച്ച വിപണി ജനുവരി 1 വരെ തുടരും. നിത്യോപയോഗ സാധനങ്ങളുടെ വില പിടിച്ചു നിർത്താൻ വേണ്ടിയുള്ള വലിയൊരു പരിശ്രമത്തിന്റെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് കൺസ്യൂമർ ഫെഡ് സബ്സിഡി കൊടുത്ത് മിക്കവാറും ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന വിലയേക്കാൾ വില കുറച്ച് കൊടുത്തിട്ടാണ് ഈ വിപണി ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ തന്നെ വിൽക്കുന്ന 13 ഇനങ്ങളുടെ വില നോക്കിയാൽ തന്നെ മനസ്സിലാവും. ജയ അരി പൊതുമാർക്കറ്റിൽ 47 രൂപ വിലയുള്ളത് ഇവിടെ 33 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. കുറുവ അരി 43 പുറത്ത് വില, കുത്തരി 49 പുറത്ത് വിലയുള്ളത് 33 രൂപയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത്. കൺസ്യൂമർ ഫെഡ് ഡയറക്ടർ A. ഓമനക്കുട്ടൻ അധ്യക്ഷനായി. നഗരസഭാ കൗൺസിലർ KK ജയമ്മ ആദ്യ വിൽപ്പന നിർവഹിച്ചു. കൺസ്യൂമർ ഫെഡ് റീജിയണൽ മാനേജർ P. സുനിൽ സ്വാഗതം പറഞ്ഞു. പൊതുവിപണിയിൽ 47 രൂപ ഈടാക്കുന്ന ജയ അരി കൺസ്യൂമർ ഫെഡിന്റെ സഹകരണ വിപണിയിൽ 33 രൂപയാണ് ഈടാക്കുക. കുറുവ അരിക്ക് 43 രൂപ ഈടാക്കുമ്പോൾ ഇവിടെ 33 രൂപയാണ്. കുത്തരിക്ക് 49 രൂപ ഈടാക്കുമ്പോൾ കൺസ്യൂമർ ഫെഡ് 33 രൂപയ്ക്കാണ് ലഭ്യമാക്കുന്നത്. വെളിച്ചെണ്ണയടക്കം 13 ഇനം നിത്യോപയോഗ സാധനങ്ങൾ മിതമായ നിരക്കിൽ ലഭിക്കും. കർദിനാൾ മാർ ജോർജ് കൂവക്കാടിന് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഉജ്ജ്വല വരവേൽപ്പ്. അതിരൂപത അധ്യക്ഷൻ മാർ തോമസ് തറയിലിന്റെ നേതൃത്വത്തിലാണ് സ്വീകരണ വേദിയായ SB കോളേജിലെ ആർച്ച് ബിഷപ്പ് കാവുക്കാട്ട് ഹാളിലേക്ക് കർദിനാളിനെ സ്വീകരിച്ചാനയിച്ചത്.
നിരവധി വിശ്വാസികൾക്കൊപ്പം രാഷ്ട്രീയ സാമുദായിക സാമൂഹിക രംഗത്തെ പ്രമുഖരും സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു. വികാരി ജനറൽമാരായ മോൺസിഞ്ഞോർ ഫാദർ ആന്റണി ഏത്തക്കാട്ട്, മോൺസിഞ്ഞോർ ഫാദർ മാത്യു ചങ്ങങ്കരി, മോൺസിഞ്ഞോർ ഫാദർ വർഗീസ് താനമാവുങ്കൽ, PRO ജോജി ചിറയിൽ എന്നിവർ സ്വീകരണ പരിപാടിക്ക് നേതൃത്വം നൽകി. MP-മാരായ ഫ്രാൻസിസ് ജോർജ്, ഡീൻ കുര്യാക്കോസ്, കൊടിക്കുന്നിൽ സുരേഷ്, ശശി തരൂർ, MLA-മാരായ മോൻസ് ജോസഫ്, മാണി സി കാപ്പൻ, മാത്യു കുഴൽനാടൻ, ചാണ്ടി ഉമ്മൻ, PP ചിത്തരഞ്ജൻ, മുൻമന്ത്രി KC ജോസഫ്, ശിവഗിരി ശ്രീനാരായണ ധർമ്മസംഘം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പൗരസ്ത്യ സുറിയാനി സഭയിലെ നിസിബിസ് കൽദായ അതിരൂപത സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്തെ അമൂല്യമായ കല്ല് മാർ ജോസഫ് പെരുന്തോട്ടം കർദിനാളിന് കൈമാറി. എന്റെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന വിറയാർന്ന കരങ്ങളോടൊക്കെ എപ്രകാരമാണ് ഞാൻ നന്ദി പറയുവാൻ സാധിക്കുക? പറയുന്ന വാക്കുകളേക്കാൾ എന്റെ ഹൃദയത്തിന്റെ നന്ദിയും വികാരവും ഒപ്പിയെടുക്കുവാനും പ്രിയപ്പെട്ട നിങ്ങളോട് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഹൃദയത്തിന്റെ ഭാഷ സംസാരിക്കുവാൻ നിർബന്ധിക്കുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായോട് ചേർന്നുള്ള എന്റെ വിനീതമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹവും ഞാൻ ചോദിക്കുന്നു. കുറവുകളേറെ ഉണ്ടായിരുന്നിട്ടും അതെല്ലാം ശക്തിയായി എന്നിൽ പരിവർത്തനം ചെയ്യുന്ന കാരുണ്യവാനായ നല്ല ദൈവത്തിന് മുമ്പിൽ നന്ദിയോടെ ഞാൻ കരങ്ങൾ കൂപ്പുന്നു. പാടശേഖരങ്ങളിൽ നിന്നും പുറംതള്ളുന്ന മലിനജലം കാവാലം പ്രദേശത്തെ ജനങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായി പരാതി. കാവാലം ഗ്രാമപഞ്ചായത്ത് 5, 6, 7 വാർഡുകളിലെ നിരവധി കുടുംബങ്ങളാണ് കിഴക്കുംപുറം കരിപ്പാടം പാടശേഖര സമിതികൾക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയത്. ഓള ചെയ്യാനായിട്ട് ഇവർ വിഷം അടിച്ചിട്ടിരിക്കുക. ആ വിഷം, മലിനമായ വിഷം ഈ തോട്ടിലോട്ട് ഇറങ്ങിയിട്ട് ഞങ്ങളുടെ കുട്ടികളുടെ കാലും കയ്യും എല്ലാം, അതുപോലെ ബാത്റൂമിൽ പോലും പോകാനുള്ള ഒരു സജ്ജീകരണമില്ല. ഞങ്ങൾ വിലയ്ക്ക് മേടിച്ചാണ് വെള്ളം ഉപയോഗിക്കുന്നത്. കാലാകാലമായി ഇത് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 1-2 വർഷമല്ല. ഇവർ ഒരു കൃഷി എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ഒരു കൃഷി, ഒരു മീനും ആയിക്കോട്ടെ കുഴപ്പമില്ല, ഞങ്ങൾ ഒരു കൃഷി സഹായിക്കാം. കൃഷി ചെയ്യരുതെന്ന് ഞങ്ങളും പറയുന്നില്ല, ഒരു കൃഷി ചെയ്തോട്ടെ. പക്ഷേ ഈ 2 കൃഷി, 2ാം കൃഷി അതാത് സമയത്ത് ഇവർ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഈ മലിനമായ ജലം മോട്ടോർ തറയിൽ പോലും ഓളയ്ക്ക് വിഷം അടിച്ചിട്ടിരിക്കുകയാണ്. മലിനമായ ജലം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും ഞങ്ങൾ 25 ദിവസമായി ഞങ്ങൾ ഇത് അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. കുട്ടനാട് കാർഷിക ഭൂമിയാണ്. കൃഷി ചെയ്യരുതെന്ന് ഞങ്ങൾ പറയില്ല, പക്ഷേ ഞങ്ങൾക്കും ഇവിടെ ജീവിക്കണ്ടേ. കാവാലം ഗ്രാമപഞ്ചായത്ത് 5, 6, 7 വാർഡുകളിലെ ജനങ്ങളുടെ ചോദ്യം ഇതാണ്. തിങ്ങിക്കൂടുന്ന പോളവാരി കൃഷി ചെയ്യണമെങ്കിൽ 10,000 ചെലവഴിക്കേണ്ടി വരും. അപ്പോൾ പിന്നെ വിഷം തെളിച്ച് ഒതുക്കുകയേ വഴിയുള്ളൂ. അതാണിപ്പോൾ കർഷകർ ചെയ്യുന്നതും. പോള ചീഞ്ഞ വിഷം നിറഞ്ഞ വെള്ളമാണ് കാവാലം മട്ടാഞ്ചേരി മില്ല് മുതൽ പറയനടി വഴി NSS ഭാഗത്തെ ആറ്റിലേക്ക് എത്തുന്ന തോട്ടിലൂടെ ഇപ്പോൾ ഒഴുകുന്നത്. ത്വക്രോഗം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണെന്ന് ജനം പറയുന്നു. ഞങ്ങളിത് സഹിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായി. കാരണം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വരെ മാരകമായ രോഗങ്ങളാണ് ഉണ്ടാകുന്നത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ പല വീട്ടിലും രോഗങ്ങൾ പിടിപെട്ടിരിക്കുകയാണ്. കൈ കഴുകാൻ പോലും വെള്ളം വില കൊടുത്ത് വാങ്ങണം. കഴിഞ്ഞ 25 ദിവസമായി ഇടതടവില്ലാതെ മലിനജലം തള്ളിയ മോട്ടോർ തറ ഒടുവിൽ സഹികെട്ട് നാട്ടുകാർ പൂട്ടിച്ചു. കാവാലം പഞ്ചായത്തിലെ കിഴക്കുംപുറം, കരീപ്പാടം പാടശേഖര സമിതികൾ മനുഷ്യത്വരഹിതമായാണ് പെരുമാറുന്നതെന്നാണ് ഇവരുടെ ആരോപണം. വരമ്പിൻ്റെ താഴെ വെള്ളം നിർത്തിക്കൊണ്ട് കൃഷി അത് ചെയ്യേണ്ട രീതികൾ മുഴുവൻ ചെയ്തുകൊണ്ട് 2 ദിവസം കൊണ്ട് മോട്ടോർ അടിച്ച് വെള്ളം പറ്റിച്ച് കൊടുത്ത് വരാമെന്നുള്ള ഒരു വ്യവസ്ഥ അവരുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതല്ല. ഇന്ന് നിങ്ങൾ കാണുന്ന ഇത് ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികൾ കിടക്കുന്ന ഒരു വാർഡാണ്. 6, 7, 8, 9, 10 ഇങ്ങനെ ഈ വാർഡുകൾ. ഈ വെള്ളം ഞങ്ങൾക്ക് മേത്തൊന്നോ ഒന്ന് ശകലം ഒഴിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ശരീരം മുഴുവൻ ചൊറിഞ്ഞു പൊട്ടിക്കൊണ്ട് നിരന്തരം ആശുപത്രിയിൽ കയറി ഇറങ്ങുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ കോൺട്രാക്ടറും അതുപോലെ തന്നെ ഇതിൻ്റെ സെക്രട്ടറി അവരാരും ഇവിടെ സ്ഥലത്തിൽ, അവർക്ക് വെള്ളത്തിന് ക്ഷാമമില്ല. പക്ഷേ ഈ ആളുകളെ മുഴുവൻ ദ്രോഹിച്ചുകൊണ്ടുള്ള പരിപാടിയാണ് ഇത് നടത്തിയത്. ഇന്ന് രാവിലെ ഞങ്ങൾ ജനങ്ങളെല്ലാവരും കൂടെ കൂടിക്കൊണ്ട് ഈ മോട്ടോർ തറ പൂട്ടിയിരിക്കുകയാണ്. അവരുടെ നിരന്തരം ഞങ്ങൾ ആവശ്യപ്പെട്ട് ഈ മോട്ടോർ തറ നടത്തരുത്. നിങ്ങളിപ്പോൾ ഒന്നാം കുടിക്കാൻ വെള്ളമില്ല, കൈ കഴുകാൻ വെള്ളമില്ലാത്ത ഒരു അവസ്ഥയിൽ മാരകമായ വിഷമാണ് ഈ അടിച്ചു കിടക്കുന്നത്. കൃഷിക്ക് തങ്ങൾ എതിരല്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഒരു നിയന്ത്രണവുമില്ലാതെ വിഷം തളിക്കുന്നതും ആ ജലം തുടർച്ചയായി ജലാശയങ്ങളിലേക്ക് ഒഴുക്കി വിടുന്നതിനുമെതിരെയാണ് പ്രതിഷേധം. അത് ഇനിയും തുടരാൻ തന്നെയാണ് ഇവരുടെ തീരുമാനവും.
വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് AITUC നേതൃത്വത്തിലുള്ള ചങ്ങനാശ്ശേരി താലൂക്ക് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി മോഹൻ ചേന്നംകുളം ധർണ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് പണിയെടുക്കുന്ന കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണിയെടുക്കുന്ന ജനങ്ങൾക്ക് ആശ്വാസകരമായ സഹായങ്ങൾ കൃത്യസമയത്ത് എത്തിക്കണമെങ്കിൽ ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനങ്ങളിൽ മാറ്റമുണ്ടാവണമെന്ന് AITUC സംസ്ഥാന സർക്കാരിന്റെ മുമ്പിൽ നിർദ്ദേശം വെക്കുകയും ആ നിർദ്ദേശം നടപ്പിലാക്കുന്നതിനു വേണ്ടി നിരന്തരമായി ഇത്തരം ചെറുതും വലുതുമായ ധർണകളും സെക്രട്ടേറിയറ്റ് മാർച്ചും മറ്റും ഈ യൂണിയന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയതിന്റെ ഫലമായിട്ടാണ് രണ്ടാം LDF ഗവൺമെന്റ് അധികാരത്തിൽ ഏറിയതിനു ശേഷം സെസ് പിരിച്ചുകൊണ്ടിരുന്ന സമ്പ്രദായത്തിൽ മാറ്റം വരുത്തുവാൻ തീരുമാനിച്ചത്. AITUCയെ സംബന്ധിച്ചിടത്തോളം 90-ൽ രൂപീകരിക്കപ്പെട്ട കേരളത്തിൽ ഇന്ന് വിവിധ 27ഓളം വരുന്ന ക്ഷേമനിധി ബോർഡുകൾ, ആ ബോർഡുകളിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക സമാഹരണവും ഉണ്ടായിരുന്ന ക്ഷേമനിധി ബോർഡാണ് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെയുള്ള സെസ് പിരിവ് ഊർജിതപ്പെടുത്തുക, ക്ഷേമനിധി ബോർഡിനെ സംരക്ഷിക്കുവാൻ സർക്കാർ അടിയന്തരമായി ഇടപെടുക, സാമ്പത്തിക ആനുകൂല്യങ്ങളും പെൻഷനും കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. യൂണിയൻ പ്രസിഡന്റ് സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. മുതിർന്ന നേതാവ് KT തോമസ്, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് K മാധവൻ പിള്ള, CPI മണ്ഡലം സെക്രട്ടറി MR രഘുദാസ്, K ലക്ഷ്മണൻ, K രഞ്ജിത്ത്, MR സുനിൽ, KR സാബുരാജ്, നൌഷാദ് മണിയംകുളം തുടങ്ങിയവർ സംസാരിച്ചു. മങ്കൊമ്പ് അവിട്ടം തിരുനാൾ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ ഈ വർഷത്തെ സപ്തദിന സഹവാസ ക്യാമ്പിന് ശനിയാഴ്ച തുടക്കമായി. കതിരൊലി എന്ന പേരിൽ കണ്ണാടി ഗവൺമെന്റ് UP സ്കൂളിലാണ് ക്യാമ്പ് നടക്കുന്നത്. കുട്ടികളിൽ സാമൂഹിക ബോധവും പൗരബോധവും വളർത്തുക, പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കഴിവ് നേടുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ക്യാമ്പിന് മുന്നോടിയായി ശനിയാഴ്ച വൈകിട്ട് 4-ന് പഴയകാട് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച വിളംബര ജാഥ പുളിങ്ങുന്ന സബ് ഇൻസ്പെക്ടർ ബിജുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. ഈ NSS വോളണ്ടിയേഴ്സിൻ്റെ ഒരു ഉത്തരവാദിത്വം ഞാനും എൻ്റെ ചെറുപ്പകാലത്ത് ഈ ഒരു NSS വോളണ്ടിയറായിട്ട് നിങ്ങളെപ്പോലെ സർവീസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ സമൂഹത്തിൽ നേതൃരംഗത്തേക്ക് സേവനങ്ങളുടെ നേതൃരംഗത്തേക്ക് എത്തപ്പെടേണ്ട ആളുകൾ അവർ സ്വയമേ മുന്നോട്ട് വന്നിരിക്കുന്നു. അങ്ങനെ സ്വയമേ മുന്നോട്ട് വന്നിട്ടുള്ളവരാണ് നിങ്ങളെ ഇവിടെ എത്തിയിട്ടുള്ള ഈ കുട്ടികൾ. സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് സാബു ജോൺ പതാക ഉയർത്തി. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MV പ്രിയ ടീച്ചർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. മനസ്സ് നന്നായാൽ എന്തും നന്നാവും എന്നുള്ളതാണ് ആദ്യം നിങ്ങളെ ഓർമ്മിപ്പിക്കേണ്ടത്. നിങ്ങളുടെ മോട്ടോ എന്താണ്? നോട്ട് മീ ബട്ട് യു. എനിക്കുള്ളതല്ല, മറ്റുള്ളവർക്കുള്ളതാണ്. ആ പങ്കിടൽ സന്ദേശം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മനസ്സ് നന്നാവട്ടെ എന്നുള്ള ആ സ്നേഹഗീതം ഓരോ വ്യക്തിയിലും ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപക്ഷെ നിങ്ങളുടെ മുൻപിൽ വെച്ച് ചിലപ്പോൾ വഴക്കുണ്ടായെന്ന് വരാം, അച്ഛൻ മദ്യപിച്ച് കയറി വന്നെന്ന് വരാം, സഭ്യമല്ലാത്ത ഭാഷകൾ ഉപയോഗിച്ചു എന്ന് വരാം. അവിടെ ഒന്നും നമ്മളുടെ മനസ്സ് പതറാതെ നമ്മളുടെ വ്യക്തിത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഏറ്റവും നല്ല വ്യക്തിയായി മാറാനുള്ള പരിശ്രമം നടത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം. ഉദ്ഘാടന സമ്മേളനത്തിൽ അവിട്ടം തിരുനാൾ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് VK വേണുഗോപാൽ അധ്യക്ഷനായി. പ്രിൻസിപ്പൽ A അനീഷ, ഹെഡ്മിസ്ട്രസ് പ്രമീള ദേവി, പ്രോഗ്രാം ഓഫീസർ ജിൻസി തോമസ്, വോളണ്ടിയർ ലീഡർമാരായ കാർത്തിക് S കുമാർ, രേവതി രാജേഷ് എന്നിവർ സംസാരിച്ചു. മുട്ടാർ മിത്രക്കരി ജീമംഗലം കലുങ്കും റോഡും നിർമ്മിക്കണമെന്ന ആവശ്യവുമായി കേരള കോൺഗ്രസ്. പ്രദേശവാസികളുടെ ആവശ്യം ആരംഭിച്ചില്ലെങ്കിൽ ജനകീയ പങ്കാളിത്തത്തോടെ പ്രത്യക്ഷ സമരങ്ങൾ ആരംഭിക്കുമെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി തോമസ് കുട്ടി മാത്യു ചീരമ്പേലിൽ പറഞ്ഞു. മുട്ടാർ മിത്രക്കരി മാമ്പുഴക്കരി പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന മിത്രക്കരി ജീമംഗലം കലുങ്ക് അടിയന്തരമായി നിർമ്മിച്ച് ഇതുവഴിയുള്ള യാത്ര സുഗമമാക്കണമെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി തോമസ് കുട്ടി മാത്യു ചീരമ്പേലിൽ ആവശ്യപ്പെട്ടു.
3 വർഷം മുമ്പേ ജനപ്രതിനിധികൾ കലുങ്കുപണിക്കായി കല്ലിട്ടെങ്കിലും നാളിതുവരെയായിട്ടും നിർമ്മാണം ആരംഭിച്ചിട്ടില്ല. മുട്ടാർ കൈതത്തോട് മുതൽ മിത്രക്കരി വഴി മാമ്പുഴക്കരിക്കുള്ള റോഡ് 1 മീറ്റർ ഉയരത്തിൽ മണ്ണിട്ടുയർത്തി നിർമ്മിക്കണമെന്നും തോമസ് കുട്ടി മാത്യു ആവശ്യപ്പെട്ടു. കേരള കോൺഗ്രസ് മുട്ടാർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റോഡും അതിനോടൊപ്പമുള്ള ഒരു കലുങ്കും പണിയുവാൻ വേണ്ടി സ്ഥലം MLA ഉള്ള ആളുകൾ 3 വർഷം മുമ്പേ അവിടെ കല്ലിടുകയും ജനപ്രതിനിധികൾ അത് വലിയ ആഘോഷമാക്കുകയും ചെയ്തെങ്കിൽ ഇന്നേ നാഴിക വരെ ഒരു തുണ്ട് മണ്ണ് പോലും, ഒരു വണ്ടി കല്ല് പോലും അടിക്കാതെ അവരുടെ ക്ഷമയെ പരീക്ഷിക്കത്തക്ക രീതിയിൽ ആ റോഡിൻ്റെ പണികൾ തുടങ്ങാത്തത് വളരെ ദൗർഭാഗ്യകരമാണ്. ഈ റോഡ് മുട്ടാറുകാരെ സംബന്ധിച്ചും ചിത്രക്കരിക്കാരെ സംബന്ധിച്ചും മാമ്പഴക്കേരി ചെല്ലാൻ ഏറ്റവും എളുപ്പമുള്ളൊരു വഴിയാണ്. ഇത് എത്രയും പെട്ടെന്ന് പണിത് ഇതിന് സഞ്ചാരയോഗ്യമാക്കി കൊടുത്തില്ല എങ്കിൽ കേരള കോൺഗ്രസ് ഇനി അതിശക്തമായ സമരത്തിലേക്ക്, നാട്ടിലുള്ള ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് അതിശക്തമായ സമരത്തിലേക്ക് മുന്നോട്ട് പോകുമെന്നാണ് ഇത്തരത്തിൽ പറയാനുള്ളത്. മണ്ഡലം പ്രസിഡന്റ് തോമസ് സി ജോസഫ് ചിറയിൽ പറമ്പിൽ അധ്യക്ഷനായിരുന്നു. നേതാക്കളായ സ്റ്റീഫൻ സി ജോസഫ്, മാത്യു M വർഗീസ്, ലൗലേഷ് C വിജയൻ, മാത്തുക്കുട്ടി ജോസഫ് പൂയപ്പള്ളി, ചാച്ചപ്പൻ മാവേലി തുരുത്തേൽ, സേവ്യർ കുട്ടി, MB ആന്റണി മുണ്ടയ്ക്കൽ, CV ജോസഫ് എന്നിവർ സംസാരിച്ചു. 2024-25 ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി ചങ്ങനാശ്ശേരി പായിപ്പാട് ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച ഭിന്നശേഷി കലാമേള ശ്രദ്ധേയമായി. നാലുകോടി ഗവൺമെന്റ് UP സ്കൂളിൽ നിറവ് 2024 എന്ന പേരിലായിരുന്നു മികവിന്റെ കലാമേള. സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നടപ്പിലാക്കി വരുന്ന ഭിന്നശേഷി ക്ഷേമ പദ്ധതികളുടെ ഭാഗമായാണ് കലാമേള സംഘടിപ്പിച്ചത്. ശനിയാഴ്ച നാലുകോടി ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന കലാമേള പായിപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KD മോഹനൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ വർഷവും പരിപാടി സംഘടിപ്പിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ് നമ്മുടെ കുട്ടികളുടെ കഴിവുകൾ. ഭിന്നശേഷി എന്ന് പറയുമ്പോൾ ഭിന്നമായിട്ടുള്ള വിവിധ കഴിവുകൾ ഉള്ളവർ എന്നാണ്. അപ്പൊ അവരുടെ ആ കഴിവ് അവതരിപ്പിക്കുന്നതിന് വേദി ഒരുക്കുക, അവർക്ക് പ്രോത്സാഹനം കൊടുക്കുക. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണ് നാം ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അവരുടെ വിവിധങ്ങളായിട്ടുള്ള കലാപരിപാടികൾ, അവരുടെ പ്രസംഗങ്ങള്, ഡാൻസ്, മറ്റ് അവർക്ക് അർപ്പിതമായിട്ടുള്ള അവരിൽ അടങ്ങിയിട്ടുള്ള കഴിവ് നമ്മൾക്ക് ആസ്വദിക്കുന്ന തരത്തിലേക്ക് അവർ അവതരിപ്പിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അതിൽ നിന്ന് ആ പരിപാടിക്കകത്ത് മാനസികമായിട്ട് തന്നെ ഉൾക്കൊണ്ട് അവരോടൊപ്പം പരിപാടികൾ അവതരിപ്പിക്കാൻ മനസ്സ് നമുക്ക് തോന്നിയിട്ടുണ്ട്. ഉദ്ഘാടന സമ്മേളനത്തിൽ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ത്രേസ്യാമ്മ തോമസ് അധ്യക്ഷയായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിജ ലാലൻ, ICDS സൂപ്പർവൈസർ അനു മാത്യു, ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി. എടത്വ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ഒഴിവുള്ള തസ്തികകളിൽ നിയമനം നടത്തണമെന്നാവശ്യപ്പെട്ട് എടത്വ വികസന സമിതിയുടെ നേതൃത്വത്തിൽ നിൽപ്പ് സമരം നടത്തി. പ്രസിഡന്റ് ഐസക് എഡ്വേർഡ് ചെറുകാട് ഉദ്ഘാടനം ചെയ്തു. വികസന സമിതി സിന്ദാബാദ്, വികസന സമിതി സിന്ദാബാദ്, നിൽപ്പ് സമരം സിന്ദാബാദ്, നിൽപ്പ് സമരം സിന്ദാബാദ്. എടത്വ CHSയിൽ ഒഴിവുള്ള നിയമനം നടത്തുക. 24 മണിക്കൂറും ഡോക്ടറുടെ സേവനം ഉറപ്പുവരുത്തുക. എടത്വ വികസന സമിതി വൈസ് പ്രസിഡന്റ് ജോർജ് തോമസ് കളപ്പുര പ്രതിഷേധ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി ഷാജി മാധവൻ, ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോൺസൺ V ഇടിക്കുള, ട്രഷറർ PJ കുര്യാക്കോസ് പട്ടത്താനം, വൈസ് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് ഐസക് രാജു, PD രമേശ് കുമാർ, ഗോപകുമാർ തട്ടങ്ങാട്ട്, ജോയിന്റ് സെക്രട്ടറി അജി കോശി തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് സമിതിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ഓഫീസ് ഇൻചാർജ് ഡോക്ടർ V വിജിക്ക് നിവേദനവും നൽകി. ജനകീയ പാലം നാടിന് സമർപ്പിച്ചു. കാവാലം ഗ്രാമപഞ്ചായത്ത് 2-4 വാർഡുകളെ ബന്ധിപ്പിക്കുന്ന 25 പാലം നാട്ടുകാരുടെ കൂട്ടായ്മയിലാണ് പുനർനിർമ്മിച്ചത്. കാവാലം ഗ്രാമപഞ്ചായത്തിലെ 2-4 വാർഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന 25 പാലം കഴിഞ്ഞ 1.5 വർഷമായി തകർന്നു കിടക്കുകയായിരുന്നു. പാലം അപകടാവസ്ഥയിലായതോടെ പലതവണ അധികാരികളെ സമീപിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടാവാതിരുന്ന സാഹചര്യത്തിലാണ് ജനകീയ കൂട്ടായ്മയിൽ ധനസമാഹരണം നടത്തി പാലം പുനർനിർമ്മിച്ചത്. നിരവധി ആൾക്കാർ, അപ്പുറം റേഷൻ കടയുണ്ട്, കിലോമീറ്ററുകൾ
നടന്ന ആൾക്കാർ ഈ കടയിൽ വന്ന് പോകുന്നത്. അമ്പലത്തിൽ പോകണം, കുട്ടികളെ നേഴ്സറി കൊണ്ടാക്കണം, എന്തും വേണ്ട പാടുപെട്ട വൃദ്ധരും രോഗികളുമൊക്കെ വളരെ കഷ്ടപ്പെട്ട ഇതിലെ വന്നു. പഞ്ചായത്തിൽ പരാതി കൊടുത്തു. ഇവരാരും ഇത്രയും നാളായിട്ട് തിരിഞ്ഞു നോക്കുകയോ സഹകരിക്കുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ വന്നു നാട്ടുകാരുടെ കൂട്ടായ്മയാൽ ഞങ്ങളെല്ലാവരും കൂടി ഈ പാലം റെഡിയാക്കി ഉദ്ഘാടനം ചെയ്തു. വെൽഡിംഗ്, ഇരുവശങ്ങളിലെയും കല്ലുകെട്ട് തുടങ്ങിയ ജോലികളെല്ലാം ശ്രമദാനമായി പ്രദേശവാസികൾ പൂർത്തിയാക്കി. പാലത്തിന്റെ ഉദ്ഘാടനം പ്രദേശവാസിയായ നടുവത്തുപള്ളി ശാന്തകുമാരി അമ്മ നിർവഹിച്ചു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു ഉദ്ഘാടന ചടങ്ങ്. ഗോപകുമാർ പുത്തൻപുരയിൽ, തങ്കച്ചൻ വള്ളികുന്നം, സജീന്ദ്രൻ പുതുവൽ, വഴിച്ചിറ മണിയൻ, ഫിലിപ്പ് വർഗീസ് ഏലൂർമഠം തുടങ്ങിയവർ നേതൃത്വം നൽകി. ജനകീയ കൂട്ടായ്മയിൽ 52,000 രൂപ ചെലവഴിച്ചാണ് പാലം നിർമ്മിച്ചത്. ചെന്നിത്തല നവോദയ വിദ്യാലയ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ആദ്യ ബാച്ചിന്റെ രജത ജൂബിലി ആഘോഷവും നടന്നു. നവോദയ വിദ്യാലയ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ ആലപ്പുഴയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. നവോദയ വിദ്യാലയം പ്രിൻസിപ്പാൾ ദിനേശന്റെ സാന്നിധ്യത്തിൽ 1ാം ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ മക്കളിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത 8 വയസ്സുകാരി നൈനികയും 1 വയസ്സുള്ള ഹർഷിതയും ചേർന്നാണ് ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. എന്നൊരു ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്. കാരണം 2017 ശേഷം കാര്യമായ തോതിൽ അലുമിനി നടത്താൻ സാധിച്ചില്ല. ചടങ്ങിൽ നോസ പ്രസിഡന്റ് സിബി അധ്യക്ഷനായിരുന്നു. മികച്ച അധ്യാപകനുള്ള ദേശീയ പുരസ്കാര ജേതാവ് സജികുമാർ VS, സ്കൂൾ അലുമിനി കോർഡിനേറ്റർ സഹദേവൻ, നോസ ഭാരവാഹികളായ അനീഷ് കെ ഗോപി, ദിനു വിശ്വനാഥ്, ആർ രതീഷ്, അരുൺ RS, വിനയദാസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പായിപ്പാട് 4 കോടി ചോയ്സ് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വയോജന സംഗമവും ക്രിസ്തുമസ് ആഘോഷവും സംഘടിപ്പിച്ചു. കൊല്ലാപുരം അങ്കണവാടിയിൽ കഴിഞ്ഞ ദിവസമായിരുന്നു പരിപാടി. പായിപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് KD മോഹനൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വാർഡ് മെമ്പർ ഡാർലി TG അധ്യക്ഷത വഹിച്ചു. കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം VJ ലാലി മുതിർന്ന പിതാവിനെയും മാതാവിനെയും പൊന്നാടയണിയിച്ച് ആദരിച്ചു. പായിപ്പാട് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ജെയിംസ് വേഷനാൽ ക്രിസ്തുമസ് സന്ദേശവും ചോയ്സ് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ജോഷി കൊല്ലാപുരം ആമുഖ സന്ദേശവും നൽകി. പായിപ്പാട് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെസ്സി തോമസ്, ജോഷി കുറുക്കൻകുഴി, ബേബിച്ചൻ സ്രാങ്കൻ, പുഷ്പലത, ആശാവർക്കർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണ്ണ ഗ്രാമിന് 7,090 രൂപ, പവന് 56,720 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.